ഒരുപാട് വിശ്വാസികളുടെ ഈമാൻ പഴപ്പിച്ചവരാണ്. അവരെന്തു പറഞ്ഞ് ഈമാൻ പഴപ്പിച്ചോ അത് തിരിച്ചടിച്ചപ്പോ അവര് സമൂഹത്തിന്റെ മുമ്പിൽ വഷളാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ദയനീയമായിട്ട് അവർ അവതരിപ്പിക്കുന്നതാണ്. അവര് തന്നെ പറയട്ടെ. ഷരീഫ് മേലെ എന്റെ നാട്ടിലെ പരിസരത്ത് നിന്നാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടുകൂടെ തന്നെയാണ്, എന്റെ ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് വലിയ വേദനയോടുകൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പാരമ്പര്യവും പഴക്കവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാട്ടിലേറെ പറയാനുള്ള ഏറെ പുകൾപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് രോഗിയായ ഒരു വ്യക്തിയെ, ആ രോഗം ബാധിച്ച് അദ്ദേഹത്തിന് ജിന്നുബാധയാണ് എന്ന കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അഫ്ഗനിൽ നിന്ന് കഴിഞ്ഞ ഒന്നിലേറെ ആളുകളുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു വ്യക്തിക്ക് ജിന്ന് ബാധിച്ചതാണ് എന്ന് സ്വയം വിലയിരുത്തിയിട്ട് അയാളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇരുത്തി ചികിത്സിച്ചു കൊണ്ടിരിക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അങ്ങനെ ഓതി, അതാണ് പോലും ചികിത്സ നടന്നത്. ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുനിന്ന് ഒരു മുഴ അതിങ്ങനെ ഉരുണ്ട് മെല്ലെ മെല്ലെ നെഞ്ചിലൂടെ അങ്ങനെ മേലേക്ക് കയറി വന്നു. ജിന്നാണ്. ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഓത്തിങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ഏതെങ്കിലും ഖുറാഫി കുടുംബത്തിലെ കഥയല്ല ഞാൻ. ഖുറാഫി എന്ന് പറയുന്നത് നമ്മളെ പറ്റിയാണ്. അഥവാ സമസ്തക്കാര കുടുംബത്തിലല്ല, വിദ്യാസമ്പന്നരായ മുജാഹിദ് നേതാക്കളുടെ വീട്ടിൽ നടന്ന ദയനീയമായ ജിന്നു ചികിത്സയാണ്. ഇസ്ലാഹി മരിക്കുന്നത് വരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ അമരത്തിരുന്ന ഒരു മഹാവ്യക്തിയുടെ വീട്ടിനകത്ത് നിന്ന് രോഗിയായ ഒരു മനുഷ്യരെ മാന്ത്രികന്റെ അടുത്ത് മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് അതിനെപ്പറ്റി അതിന്റെ ആളുകൾ വിശദീകരിക്കുന്ന കഥയാണ്. അതിങ്ങനെ ഉരുണ്ടുവന്നു. എന്നിട്ട് ചങ്കിലെത്തി. ഈ മുഴ ചങ്കിലെത്തിയ സമയത്ത് ഓതുന്നയാൾക്ക് ഫോൺ വന്നു. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ പുറത്തുപോയി അയാൾ തിരിച്ചു വന്നപ്പോ ഈ മുഴ രോഗിയുടെ ചങ്കിൽ ഉറച്ചു പോയിരിക്കുന്നു. ഇനി അങ്ങോട്ടും നീങ്ങില്ല. ഇനി ഓതിയാൽ രോഗി മരണപ്പെട്ടു പോകും. ഇത് വിശ്വാസമാണ്. ഇവർ മുജാഹിദാണ്. ഇവരാണ് മുജാഹിദുകൾ എന്നിവർ അവകാശപ്പെടുന്നു. ഇവരല്ലാത്തവരൊന്നും മുജാഹിദുകളല്ല എന്നിവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു. പറയണം നാം കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണ്, ഇതിന്റെ ആധാരം എന്താണ്, ഇതിന്റെ പ്രമാണം എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണ്, എന്തിന്റെ പേരിലാണ്, ഏത് ആയത്ത് വെച്ചിട്ടാണ്, ഏത് ഹദീസ് വെച്ചിട്ടാണ്, ആര് പറഞ്ഞതാണ്, നബി പറഞ്ഞോ, സഹാബത്ത് പറഞ്ഞോ, താബിഈകൾ പറഞ്ഞോ, ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതാണ് നമുക്കും പറയാനുള്ളത്. ആര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ തൗഹീദ്? ഇപ്പൊ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതാണ് നൂറ്റാണ്ടൊന്നായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിരന്തരം നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഈ കൊണ്ടുവന്ന തൗഹീദ് വിശുദ്ധ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ? ആര് പറഞ്ഞു? എവിടെ കിട്ടി? എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ ചോദിച്ചതല്ലേ നിങ്ങളോട്. എന്താ പറയുന്നറിയോ? ഒരാള് മരിബിയാണ സമയത്ത് വീട്ടിലേക്ക് വന്നു. അതിലൊരു പൂച്ച ഓനെ തുറിച്ചു നോക്കിയപ്പോ എയർഗൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്തു, ജിന്നാണെന്ന് പറഞ്ഞിട്ട്. ബാക്കി അദ്ദേഹം പറയുന്നത്. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് അയാൾ കയറാൻ സമയത്ത് സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഒരു കറുത്ത പൂച്ച അയാളെ തുറിച്ചു നോക്കി. ഒരു കറുത്ത പൂച്ച. മാരിബ് നമസ്കാരം കഴിഞ്ഞ് പെരയിലേക്ക് വരുന്ന ഒരാളെ ഒരു കറുത്ത പൂച്ച സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് തുറിച്ചു നോക്കി. അയാൾ ഉറച്ചു തീരുമാനിച്ചു അത് ജിന്ന് തന്നെയാണ്. അകത്ത് പോയി എയർഗണ്ണെടുത്തു, പുറത്തു വന്നു, പൂച്ചക്ക് ഷൂട്ട് ചെയ്തു. ഇത് കേരളമാണ്. അതെ, നോക്ക് എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് വരെ മുന്നിലേക്ക് പോകുക? ഇവർക്ക് തോന്നുകയാണ് ജിന്ന് എന്ന് പറഞ്ഞ എയർഗൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തു. ഏത് നൂറ്റാണ്ടിലാ കൂട്ടരെ നിങ്ങൾ ജീവിക്കുന്നത്? ഒരു പൂച്ചയെ കണ്ടപ്പോഴേക്ക് ജിന്നാണെന്ന് പറഞ്ഞിട്ട് എയർഗൺ എടുത്ത് ഷൂട്ട് ചെയ്യുന്ന എന്ത് തൗഹീദാണ് ഈ സമൂഹത്തിന് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ളത്? തൗഹീദിന്റെ പേരിൽ ശുദ്ധ തൗഹീദ് പഠിപ്പിക്കാമെന്നവരാണ്. എന്നിട്ട് ആ തൗഹീദിന്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് ലോകവിശ്വാസികളെ ശിർക്കും കുഫറും ആരോപിച്ചവർ പരസ്പരം ശിർക്കും കുഫറും ആരോപിച്ച് അതിദയനീയമായ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇത്രത്തോളം വെച്ചാൽ ഇത് ഒരുപാടുണ്ട്. ഇവർ ചെയ്ത ക്രൂരതകൾ കണ്ടാൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ക്രൂരമായ ജിന്ന് ചികിത്സ നടത്തിയിട്ട് കരൾ രോഗം ബാധിച്ച പാവപ്പെട്ട ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി ആക്രമിച്ച് അയാൾ മരണത്തിന് കീഴടങ്ങിയ എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തൗഹീദ് തലയിൽ കയറാന്ന് കേട്ടിട്ട് തരിപ്പിപ്പോയി. വ്യാജ തൗഹീദ് തരിപ്പിൽ പോയ വിഭാഗമായി മാറി. എന്നിട്ട് തെരുവിൽ ഇങ്ങനെ ഇതൊക്കെ വിശദീകരിച്ച് സ്വയം അപഹാസ്യരാവുകയാണ്.